Hello, good morning everyone. Welcome back to my channel Dublin Mallu World. കൃപാസന വീഡിയോയുടെ അടിയിൽ നമുക്ക് വരുന്ന കമന്റുകൾ ഒത്തിരിയേറെ കമന്റുകൾ വരാറുണ്ട്. അതിൽ റീസെൻ്റ് ആയിട്ട് നമ്മുടെ പിള്ളേർ ഒത്തിരി പേര് നമ്മൾക്ക് OET പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, OET പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കുറേ ബുദ്ധിമുട്ടാണ്, കുറേ പ്രാവശ്യം ഫെയിലായി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാട്സപ്പിലും നമ്മുടെ ഇമെയിലിലൊക്കെ ഒത്തിരി പേര് നമ്മുടെ പിള്ളേർ മെസ്സേജ് അയക്കുന്നുണ്ട്. വളരെ സന്തോഷമാണ്. നമുക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പിള്ളേർ മെസ്സേജ് അയക്കുമ്പോഴും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കുന്നവർ കുറേ അധികം പേരുണ്ട്. സോ നമ്മുടെ OET പരീക്ഷ എല്ലാവർക്കും അറിയാം, നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരീക്ഷയാണ് അല്ലേ. നമുക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് നല്ല ഇതാണ്. അപ്പോൾ ഒത്തിരി പേര് അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പലർക്കും കിട്ടുന്നുണ്ട്, പലർക്കും കിട്ടാതിരിക്കുന്നുണ്ട്. അപ്പം OET പരീക്ഷയ്ക്ക് ഉടമ്പടിയായിട്ട് എടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഇങ്ങനെയും കൂടെ ഒന്ന് മാറ്റം വരുത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഡബിംഗ് മെല്ലു എന്ന് വേൾഡ് ചാനൽ നമ്മൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കമൻ്റായിട്ടും ലൈക്സ് ആയിട്ടൊക്കെ തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിലൂടെ നമുക്ക് അറിയാവുന്ന കുറച്ച് അറിവുകളൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ. സോ കൃപാസന ഉടമ്പടിയുടെ ഭാഗമായിട്ട് നിങ്ങൾ OET പരീക്ഷയ്ക്ക് എഴുതി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന രീതി നമ്മൾ കൃപാസന പ്രത്യക്ഷിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന ആ ഒരു ബുക്ക് നമുക്കുണ്ടല്ലോ, കൃപാസനത്തിന്റെ ബുക്ക് നമ്മുടെ കയ്യിൽ കാണുമായിരിക്കും. അപ്പം OET പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ആളുകൾ ഒരു പേപ്പറിൽ നമ്മുടെ നിയോഗം, നമ്മുടെ OET പരീക്ഷ എന്നത്തേക്കാണ് നമ്മൾ എഴുതി പാസ്സാവേണ്ടത്, ഒരു ഡേറ്റ് വെച്ചുകൊണ്ട് നമ്മളത് പേപ്പറിൽ എഴുതി പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഉള്ള ആ ഭാഗത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം എൻ്റെ 1-2 സ്റ്റുഡൻസ്, OET സ്റ്റുഡൻസ് അല്ല, IELTS സ്റ്റുഡൻസ് എഴുതിയ സമയത്ത് അവരങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു. അവർ നല്ല വിജയത്തോടുകൂടി പാസ്സാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു പിള്ളേർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. സോ മറ്റുള്ളവരിൽ നിന്ന് കേട്ട ഒരു അറിവാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ വിസയുടെ കാര്യങ്ങളുടെ സമയത്ത് ഞാനത് ചെയ്തിരുന്നു, മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം OET പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന പിള്ളേർ എപ്പോഴും കൃപാസനത്തിന്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ, ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരാണെങ്കിലും ആ പുസ്തകം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പേപ്പറിൽ ജസ്റ്റ് ആ ഒരു ഡേറ്റും കാര്യങ്ങളും എഴുതി ഇന്ന ദിവസമാണ് പരീക്ഷ, ഇന്ന ദിവസത്തിനുള്ളിൽ എന്നെ പാസ്സാക്കണം ഈശോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാതാവിനോട് ഒരു പ്രാർത്ഥന സഹായം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി അതിനുള്ളിൽ വെച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ വിശ്വാസ പ്രമാണത്തിന്റെ പ്രാർത്ഥന എല്ലാ ദിവസവും ഒരു 33 തവണ ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മൾ ഈ ഒരു OET എക്സാമിന് ഒരുങ്ങുന്ന പിള്ളേരുടെ ആ ഒരു പ്രാർത്ഥന നിയോഗമായിട്ട് വെച്ചുകൊണ്ട് മസ്റ്റായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ വൈകുന്നേരങ്ങളിൽ നമ്മൾ കുരിശുവരെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കൃപാസന ഉടമ്പടി ചൊല്ലുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം 33 തവണ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മളുടെ കാര്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കുറേയും കൂടെ നമ്മൾക്ക് പരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലതാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. 33 ഞാൻ 50 തവണയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ OET പരീക്ഷയുടെ പ്രാർത്ഥന വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ചൊല്ലി പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ല രീതിയിൽ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.